പറയാണ് നിങ്ങൾക്ക് ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്ന് പറയുന്നത് മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടത്ര. അപ്പോൾ ഈ സംഗതികളൊക്കെ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കൈസറിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി. അതേമാതിരി ഇപ്പം നമ്മുടെ ഹൈന്ദവ രാജാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, നമ്മുടെ ചൈനീസ് രാജാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, ഈ പറയുന്ന മുഗൾ രാജാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, മുസ്ലിം രാജാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി. അപ്പോൾ ഇനി ഫറവോൻ ഉണ്ടെങ്കിൽ ഈജിപ്തിൻ്റെ രാജാവ്, അവൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, അവൻ്റെ പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിക്കകത്താണ് അവന് പ്രാധാന്യതയുള്ളത്. ആ സ്റ്റോറി ഇല്ലെങ്കിൽ അവന് പ്രാധാന്യതയില്ല. ഞാൻ റാ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മകനാണ് എന്നാണ് അവൻ അവകാശപ്പെടുന്നത്. റാ എന്ന് പറയുന്നത് സൂര്യദേവനാണ്, സൂര്യദേവൻ്റെ മകനാണ് ഞാൻ. ആ സൂര്യദേവൻ്റെ കുറേ കഥകൾ അവർക്കുണ്ട്. അതിനകത്താണ് അവർ നന്മ എന്താണ് തിന്മ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ആ നന്മ തിന്മകൾ അനുസരിച്ചാണ് ഈ സൂര്യദേവൻ്റെ മകനായിരിക്കുന്ന ഫാറോ എന്ന് പറഞ്ഞാൽ റായുടെ മകൻ ഈ നിശ്ചയങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുത്തിട്ട് അവർക്ക് ന്യായവും നീതിയൊക്കെ പാലിച്ചു കൊടുത്ത് അവരുടെ രാജാവായി വാഴുന്നത്. അവരെ രക്ഷിക്കുക എന്നുള്ള ചുമതലയും അവനുണ്ട്. അപ്പോൾ ഈ മറ്റ് രാജാക്കന്മാരുടെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തികൾക്കുണ്ട്. ഈ പറയുന്ന ശക്തികൾക്കൊന്നും ഇത്രയും കാലമായിട്ട് ഇവരുടെയൊക്കെ ആളുകൾ യഹോവയെ സേവിക്കുന്ന ഒരു അവസ്ഥ വരുമെന്ന് അറിവില്ല. ഇവരെല്ലാവരും ഇത്രയും കാലമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയായിരിക്കും. ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ വിചാരിക്കും ഞങ്ങളുടെ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ ചില ഹിന്ദുക്കളുടെ വിചാരമുണ്ട് നമ്മുടെ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ തന്നെയായിരിക്കും. അവർ വേറൊരു രാജാവിനെയോ വേറൊരു ദൈവത്തെയോ വേറൊരു ശക്തിയോ സേവിക്കില്ല എന്ന് പറഞ്ഞ മാതിരി അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ ദൈവം കൊണ്ടുവരുന്നത്. ആ ബ്രേക്ക് ത്രൂ വരുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. എന്താണ് ആ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്? യഹോവയുടെ രാജ്യം ഇപ്പോൾ യഹോവയും ഇസ്രായേലും എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് അപ്പുറത്തെത്തിയിരിക്കുകയാണ്. അന്യജാതിക്കാർക്കും കൂടെ ദൈവം വിളംബരം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ രാജ്യത്തിൽ വന്നു ചേരാം. യേശു ക്രിസ്തു മുഖാന്തരം അവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയും അവരുമായി ദൈവം ഉടമ്പടി ചെയ്യുകയും ആ ഉടമ്പടി ബന്ധത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിന് മാത്രം ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ച എല്ലാവിധമായ ആത്മീയ അനുഗ്രഹങ്ങളും അവർക്കും കിട്ടും. അവരും തുല്യരാകും, ഇസ്രായേലിന് തുല്യരായ ഒരു ആത്മീയ പൗരത്വവും ദൈവരാജ്യത്തിൽ, ദൈവമാണ് രാജാവ്, നമ്മൾ പ്രജയാണ്, അവർക്ക് ലഭിക്കും. അവർക്ക് ഒരു പുനരുത്ഥാനവും ലഭിക്കും. അപ്പോൾ ഈ ഒരു മർമ്മമാണ് പൗലോസ് ഇവിടെ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മർമ്മം ഇവിടെ പൗലോസ് ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ് നമുക്കൊരു പോരാട്ടമുണ്ട്, നമുക്കൊരു യുദ്ധമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ചുമ്മാ ആ രാജാക്കന്മാരോടൊക്കെ പോയിട്ട് പറയാണ് നമ്മൾ. ഫറവോനോട് മോശ പോയി പറഞ്ഞ പോലെ എൻ്റെ ആൾക്കാരെ ഒന്ന് വിട്ടയക്കണം എന്ന് പറഞ്ഞാൽ ഫറവോൻ ഉടനെ അങ്ങ് വിട്ടയക്കുമോ? ഇല്ലല്ലോ. എന്ന് പറയുന്നത് മാതിരി ഈ പല ജാതികളിലും ദൈവത്തിൻ്റെ ആളുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ആളുകളൊക്കെ നമ്മൾ പോയിട്ട് നിങ്ങൾ യേശുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ അവർ വരില്ല. അവരെ വരാൻ ഈ വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയും ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഈ നാരറ്റീവ്സും ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പേരിൻ്റെ പുറകിൽ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശത്തിന് പുറകിൽ ഒരു കഥയുണ്ട്. ഈ കഥയും ഉപദേശവും പേരും ഒന്നും അവരെ അത് വിട്ടിട്ട് യേശു ക്രിസ്തുവിലേക്ക് വരാൻ സമ്മതിക്കില്ല. അവർക്ക് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് അവർ തിരിച്ചു വരാൻ, അവർ ദൈവത്തെയാണ് തിരയുന്നതെങ്കിലും, ഇതേ ദൈവത്തെയാണ് അവർ തിരയുന്നതെങ്കിലും, ഇതേ സ്നേഹമാണ് അവർക്കും വേണ്ടതെങ്കിലും അവർക്ക് അത് വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയുകയില്ല. ഒരു പോരാട്ടമുണ്ട്. അവരോട് പോരാടുന്നത് പോലെ നമ്മളോടും പോരാടും. എന്ന് വെച്ചാൽ അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന അതേ ശക്തി നമ്മളെ കാണുമ്പോൾ അത് ഇറിറ്റേഷനാവും. ഇപ്പം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും നന്നായിട്ട് നിങ്ങൾ അവരെ കരുതുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആരോടും ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളോട് ചില ആളുകൾ അസ്വസ്ഥരാകും. വെറുതെ എന്താ? അതാണ് അതിൻ്റെ പുറകിൽ അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങളൊരു വില്ലനാണ്. നിങ്ങൾ വില്ലനല്ലെങ്കിലും അവരുടെ അവരുടെ മനസ്സിൽ നിങ്ങളൊരു വില്ലനാണ്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും അവരെ പരിപാലിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. എന്നാലും നിങ്ങൾ അവരുടെ മനസ്സിൽ വില്ലനാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിന്ന് കാണുന്ന പല കാര്യങ്ങളിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല റീഫോംസ് നമ്മുടെ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് കൂടാതെ മനുഷ്യൻ വളരെയധികം താഴ്മ കാണിക്കുന്നു, വിനയം കാണിക്കുന്നു, അവരുടെ അമ്മയാണെങ്കിലും ശുശ്രൂഷിക്കുന്നു, അവരുടെ മറ്റ് രാജ്യത്തുള്ള ആൾക്കാർക്ക് വേണ്ടി നിൽക്കുന്നു, ഒരു വ്യഭിചാരമില്ല,
തെറ്റായ പണികൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കറപ്ഷനില്ല. അങ്ങനെ എല്ലാവരുടെയും ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്നു. എല്ലാവരുമായിട്ട്, ഈവൻ മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ചില ആൾക്കാർക്ക് മോദിയെ കാണുമ്പോൾ, അവൻ്റെ ഈ പ്രവൃത്തിയൊക്കെ ഉണ്ടെങ്കിലും അവരെ കാണുമ്പോഴേ എന്തോ ഒരു ശത്രുത്വമാണ് തോന്നുന്നത്. എന്താ അങ്ങനെയാണ്? എനിക്കിപ്പോൾ ശത്രുത്വമൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. ഇത് വേറെ രീതിയിലായിട്ട് എടുക്കരുത്. ഉദാഹരണം പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്നെ കാണുമ്പോൾ ഞാൻ ദൈവത്തെ സേവിക്കുന്ന, യഹോവയായ ദൈവത്തെ സേവിക്കുന്ന ആളാണ്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് വരെ ഞാൻ എത്ര നന്മ അവർക്ക് ചെയ്തു കൊടുത്താലും, ഞാൻ അവരിൽ നിന്ന് തിരിച്ച് കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായിട്ട് അവരോട് ക്ഷമിച്ചാലും പിന്നെയും ഞാൻ അവരുടെ മനസ്സിൽ ഒരു വില്ലനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ചില സമയത്ത് വിചാരിക്കാറുണ്ട്, ഇതെന്താ അങ്ങനെ? കാഴ്ചപ്പാടില്ലായ്മയാണ്, ദൈവമായിട്ടുള്ള ബന്ധമില്ലായ്മയാണ് എന്നൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ സംഗതി എന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് വെറുപ്പാണ്. ഇപ്പോൾ ഞാൻ നരേന്ദ്രമോദിയെ ഒരു നല്ല മനുഷ്യനായി പറഞ്ഞപ്പോൾ തന്നെ എന്നെ വെറുക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, ഇത് കേട്ടോണ്ടിരിക്കുന്നവർ. എടോ, പിശാച ആ വെറുപ്പ് തരുന്നത്. ഒരു ശമരിയക്കാരൻ, എക്സാക്ട് ഓപ്പോസിറ്റായിട്ട് നടന്നിരുന്ന ശമരിയക്കാരനെ യേശുക്രിസ്തു ഹീറോ ആയിട്ടാണ് അവൻ്റെ സ്റ്റോറിയിൽ, അവൻ്റെ ഉപമയ്ക്കകത്ത് പ്രദർശിപ്പിക്കുന്നത്. ശമരിയക്കാരെന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് പാകിസ്ഥാനികാരിയാണ്, ഏറ്റവും ദുഷ്ടന്മാരായിട്ടാണ് യഹൂദന്മാർ ശമരിയക്കാരെ കാണുന്നത്. അങ്ങനെയുള്ള ശമരിയക്കാരൻ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ശമരിയക്കാരനെ യേശുക്രിസ്തു ആരോടാ സംസാരിക്കുന്നതും കൂടെ നോക്കണം. യഹൂദന്മാരുടെ ഒരു നല്ല പ്രമാണിയും നല്ല രീതിയിൽ ദൈവവചനം മനസ്സിലാക്കിയ ഒരു വ്യക്തിയും, ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കണം, മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് കറക്റ്റായിട്ട് യേശുക്രിസ്തു ആഗ്രഹിച്ചതുപോലെ തന്നെ പറയുകയും ചെയ്ത ഒരു ന്യായശാസ്ത്രിയായിരിക്കുന്ന, ഈ പഠനത്തിന് വേണ്ടി മാത്രം ജീവിതം ത്യജിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് യേശുക്രിസ്തു പറയുന്നത് ആ ഉപമ. ആ ഉപമയ്ക്കകത്ത് ഇവനെ പോലുള്ള ന്യായശാസ്ത്രിമാർ ഒക്കെ വില്ലന്മാർ. ഒരു ശമരിയക്കാരൻ, ഒരിക്കലും ഈ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത, ഈ ന്യായപ്രമാണത്തെ ഒരു വാല്യൂവും കൊടുക്കാത്ത, എക്സാക്ട് ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന ആൾ ഇതിൽ ഹീറോയും. ഇപ്പം ഞാൻ നരേന്ദ്രമോദിയെ ഹീറോയും പിന്നെ നമ്മൾ വലിയ അഡ്മയർ ചെയ്യുന്ന നേതാക്കന്മാരെ വില്ലനുമായിട്ട് പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വഭാവം മാറുമോ? അപ്പം വരുന്ന ഒരു സാധനമുണ്ട്, അതിനെ വെറുപ്പ് എന്നാണ് പറയുക. ആ വെറുപ്പ് ഇരുട്ടിൻ്റെ രാജ്യത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇത്രയും കാര്യങ്ങൾ എഴുതിയെങ്കിലും ഒരൊറ്റ സ്ഥലത്ത് പോലും ഞാൻ കാണുന്നില്ല റോമൻ കൈസറിനെ നിങ്ങൾ എതിർക്കണം, കൈസർക്കെതിരെ നിങ്ങൾ സംസാരിക്കണം, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കൈസറിനെ മാറ്റാനായിട്ട് ശ്രമിക്കണം, നിങ്ങൾ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ഥലത്ത് പോലും. ഇത്രയും ലേഖനങ്ങളുണ്ട് പൗലോസിൻ്റെ. പൗലോസ് പറയുന്നത് എന്താണ്? കൈസറിൻ്റെ ഭവനക്കാർ പോലും ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞു തുടങ്ങി. ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ ഉള്ളിലുള്ള ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ആ അനുകമ്പയൊക്കെ കണ്ടിട്ട് കൈസറിൻ്റെ രാജ്യത്തുള്ളവർ, മോദിയുടെ രാജ്യത്തുള്ളവർ, മോദിയുടെ കുടുംബക്കാർ വരെ യേശുവിനെ അറിയണം. അതാണ് വേണ്ടത്. അല്ലാതെ നീ അവരെ വെറുക്കുക. നിൻ്റെ അകത്ത് വെറുപ്പാണെങ്കിൽ നീ അവർക്ക് എന്ത് സ്നേഹം കൊടുക്കും? എങ്ങനെ നീ സ്നേഹിക്കുന്ന യേശുവിനെ അവർക്ക് കൊടുക്കും? അതുകൊണ്ടാണ് ബജ്രംഗ് ദൾ പലരും അടി മേടിക്കുന്നത്. പക്ഷേ ഒന്നുകിൽ നിങ്ങൾക്ക് ബജ്രംഗ് ദളുടെ അടി മേടിച്ച് സുവിശേഷ വേല ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോദിയോട് വേണമെങ്കിൽ സുവിശേഷം പറയാം. മോദിയോട് വേണമെങ്കിൽ സുവിശേഷം പറയാം. അത് രണ്ട് രീതിയിൽ പറയാം. ഏലിയാവ് പറഞ്ഞ മാതിരി പറയാം, യേശു പറഞ്ഞ മാതിരി പറയാം. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയാം. മോശ പറഞ്ഞ മാതിരി പറയാം, പൗലോസ് പറഞ്ഞ മാതിരി പറയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വേദപുസ്തകം പഠിച്ചിട്ടുണ്ടല്ലോ. വേദപുസ്തകം പഠിച്ച വലിയ പണ്ഡിതന്മാരായിരിക്കും എന്നെ കേൾക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്കാണല്ലോ അറിയേണ്ടത് ഈ ചങ്ങായി എന്താണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് മോദി ആണെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ ആണെങ്കിലും ഇവിടുത്തെ വലിയ വലിയ സൗദിയുടെയും പിന്നെ അബുദാബിയുടെയും രാജാക്കന്മാരാണെങ്കിലും അവരോട് എനിക്ക് വെറുപ്പുമില്ല, എനിക്ക് അവരെ പേടിയില്ല. വെറുപ്പുമില്ല, എനിക്ക് അവരെ പേടിയില്ല. വെറും മനുഷ്യരാണ് അവർ. പക്ഷെ അവരൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അവരാര് ചെയ്താലും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. സ്നേഹമാണോ ദൈവം? ദൈവമാണ് സ്നേഹം. വെറുപ്പിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ആരെയും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഇവരുടെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന വ്യാപാരങ്ങളുണ്ട്, പവേഴ്സ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, അത് സത്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിക്കോട്ടെ. എൻ്റെ അമ്മയ്ക്കകത്ത് എന്തൊക്കെ പൈശാചിക ശക്തി ഉണ്ട് അറിയോ? രാവിലെ തന്നെ ഞാൻ എൻ്റെ അമ്മയെ കുളിപ്പിക്കുകയാണ്, ഡയപ്പർ മാറ്റുകയാണ്, ബാത്റൂമിൽ ഇരുത്തുകയാണ്. അമ്മയ്ക്ക് ഓർമ്മശക്തി കുറവാണ്, അമ്മയ്ക്ക് ആണെങ്കിൽ പാർക്കിൻസോണിസത്തിൻ്റെ സിംറ്റംസ് ഉണ്ട്, വീഴ്ച സംഭവിച്ചു, കാല് നേരെയല്ല, നടക്കാൻ പറ്റുന്നില്ല, സ്പ്രെയിൻ ഉണ്ട്.
അതൊക്കെ അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ വേദനകൾ. അതിൻ്റെ കൂടെ ഹാർട്ട് പേഷ്യൻറ്റുമാണ്. ഇങ്ങനെയുള്ള എൻ്റെ അമ്മ, ആ അമ്മ എന്നെ രാവിലെ എണീക്കുമ്പോൾ ചീത്ത വിളിക്കുക. ഏറ്റവും നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഏതാണ്, മാർവാടി ഭാഷയിൽ ഏറ്റവും വലിയ ചീത്തകളാണ് വിളിക്കുക. തിരിച്ചറിവില്ലാതെ വിളിക്കുന്നത്, അറിയാതെ വിളിക്കുകയാണ്. വേറെ ആരെയോ കാണുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ പിന്നെ കൂടെ ഇരുന്ന് ഈ ഡയപ്പറൊക്കെ മാറ്റി സ്നേഹത്തോടെ അമ്മയെ ശുശ്രൂഷിച്ച് ബാത്റൂമിലിരുത്തി കുളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് എല്ലാ പൗഡറൊക്കെ ഇട്ട് ഡയപ്പറൊക്കെ ഇട്ട് തുണിയൊക്കെ ഇട്ട് വീട്ടിൽ നല്ല സുന്ദരിയായിട്ട് മുമ്പിൽ വന്ന് ഇരിക്കുമ്പോൾ, അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ ഫുള്ളായിട്ട് മാറി, മനസ്സേ മാറി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സംസാരങ്ങളൊക്കെ ആയിട്ടിരിക്കുക. പൈശാചിക ശക്തികളോ എൻ്റെ അമ്മയുടെ മനസ്സിനോട് പോരാടുക. അവർക്ക് തിരിച്ചറിവില്ല, അവർക്ക് അറിഞ്ഞൂടാ. എന്നൊക്കെ നമുക്ക് പറയാം, നമുക്ക് ആ ശക്തികളുണ്ട്. പക്ഷെ ആ ശക്തികളുണ്ടെങ്കിലും സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മനുഷ്യജീവിയും ലോകത്തിലില്ല. നിങ്ങളുടെ അകത്ത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കും. മറ്റുള്ളവരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞു. ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. എൻ്റെ അമ്മ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വേറെ ആരുടെയും അമ്മയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരുടെയും അപ്പന്മാർക്ക് വേണ്ടി അവരൊക്കെ എനിക്ക് എതിരായി തീർന്നു എന്നുള്ളതാണ് സത്യം. അവരുടെ വയസ്സാം കാലത്ത് അവർ മരിക്കാൻ കിടക്കുന്ന സമയങ്ങളിൽ ചില ആളുകൾ മരണത്തെ നേരിടുന്ന ഒരവസ്ഥകളിൽ, ഭയങ്കര രോഗങ്ങളൊക്കെയുള്ള അവസ്ഥകളിലൊക്കെ ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവർ മറന്നുപോയി കാണും. അവർക്ക് ആ സർവീസിനൊരു വാല്യൂ ഇല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരും വില തരാത്ത ശുശ്രൂഷകളാണ്. എല്ലാവരും മറന്നു പോകുന്ന ഈസിയായിട്ട് അങ്ങനത്തെ ശുശ്രൂഷകളാണ്. അവരുടെ മക്കളൊക്കെ ഉണ്ടെന്ന് ജീവനോടെ. ഒരൊറ്റ ആൾ എന്നെ ഓർക്കാറില്ല, എന്നെ ഒരു ഫോൺ പോലും വിളിക്കാറില്ല. എന്താ, അങ്ങനെയാണ് ലോകം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ആ ശുശ്രൂഷ നിങ്ങൾ ദൈവസ്നേഹത്തിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. ആ വ്യക്തി എന്തെങ്കിലും ആ നിത്യജീവൻ്റെ ആഴം മനസ്സിലാക്കും. എനിക്കറിയാം ഒരു അങ്കിള്, ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരു അങ്കിള് മരിക്കാൻ നേരത്ത് എങ്ങനെയോ ഞാൻ ആ ഹോസ്പിറ്റലിലെത്തി. അതാണ് രസം. അവരുടെ മകൻ എന്നെ കണ്ടപ്പോൾ വളരെ ഓടി വരി, ഇവിടെ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ICUലാണ്. പറഞ്ഞ് ഫൈനൽ സ്റ്റേജസ് ആണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ആ മനുഷ്യൻ്റെ കൈ പിടിച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആക്കിയപ്പോഴത്തേക്ക് എൻ്റെ മുഖം നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ച് പിന്നെ കണ്ണുനീര് ഇതിലേ ഇങ്ങനെ ഒഴുകി. ഈ പാസ്റ്ററെ. പക്ഷെ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടി ഞാൻ ദൈവത്തോട് വളരെയധികം നന്ദി പറഞ്ഞു. കാരണം ഞാൻ വേറെ ഏതോ ഒരാളുടെ കൂടെ, അവരുടെ മകൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ഇത് അവസാനം എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. ആ സ്നേഹത്തിൽ ആണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നതും. ഞാൻ എൻ്റെ വീട്ടിൽ വളരെയധികം എതിർപ്പുകളൊക്കെ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് അനുകമ്പ കാണിച്ച്, എന്നോട് സ്നേഹം കാണിച്ച്, ദയ കാണിച്ച ഒരു അങ്കിളാണ് അങ്കിള്. ആ അങ്കിളിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഒരു സമയം എനിക്ക് ദൈവം തന്നല്ലോ എന്ന് ഞാൻ ചില സമയത്ത് ഓർക്കാറുണ്ട്. അവരെ കാണാനായിട്ട് ആ ഒരു പ്രത്യേക സമയം ആ കൈ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കണ്ണുനീരിങ്ങനെ പോയി. എന്നെ നോക്കി ആദ്യം ചിരിച്ചു, പിന്നെ കണ്ണുനീര് പോയി. ഹി പാസ്ഡ് അവേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സ്നേഹത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും, ആ ശുശ്രൂഷകളാണ് മറ്റ് അധിപതിമാരുടെ രാജ്യങ്ങളെ ഇല്ലാതാക്കി ആളുകളെ ആ രാജ്യത്തു നിന്നും, ഇരുട്ടിൻ്റെ രാജ്യത്തു നിന്നും, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രൻ്റെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു വെളിച്ചത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭടനാണ് നിങ്ങളെങ്കിൽ വെറുപ്പ് നിങ്ങളുടെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം, ജാരശങ്ക, ഇതൊക്കെ പിശാചിൻ്റെ രാജ്യത്തിൻ്റെ പഴയ ഉടുപ്പാണ്. ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഉടുപ്പിട്ടിട്ട് ദൈവത്തിൻ്റെ സോൾജർ മാതിരി നിങ്ങൾ നിൽക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. ഇതിന് കുറച്ചുകൂടെ ആഴങ്ങളുണ്ട്. ഇത് ഞാൻ വീണ്ടും വിശദീകരിക്കും. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യത്തിലെ കേവലം ഒരു പ്രജ മാത്രമല്ല, നിങ്ങൾ ദൈവരാജ്യത്തിലെ കേവലം ഒരു അവകാശി മാത്രമല്ല, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഭടനാണ്. പണ്ടൊരു ആൻറ്റീനെ നിരന്തരം വിളിക്കാതെ എന്നോട് പറഞ്ഞു, മകനെ എനിക്ക് എപ്പോഴും പോരാട്ടമാണ്. ഇതെന്താ ഇങ്ങനെ ഒരു പോരാട്ടം മാറിയിട്ടുള്ള ഒരു സമയമില്ല. ഞാൻ അറിയാതെ പറയാം കേട്ടോ, പരിശുദ്ധാത്മാവിനാലായിരിക്കും ഞാൻ പറയുന്നത്. ഞാൻ അറിയാതെ അവരോട് പറഞ്ഞു, ആൻറ്റി ദൈവത്തിൻ്റെ ഒരു ഭടനാണ്. ഭടൻ എപ്പോഴും എന്തുണ്ടാവും? പോരാട്ടം ഉണ്ടാവും. പോരാട്ടം ഉള്ളപ്പോഴേ ഭടൻ്റെ ആവശ്യമുള്ളൂ. അത് പിന്നീട് അവർ ഓർത്തിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മനോജ് അന്ന് പറഞ്ഞില്ലേ ഞാൻ ദൈവരാജ്യത്തിലെ ഭടനാണ്. ആ ഒരു കാര്യമാണ് പല സമയങ്ങളിൽ എന്നെ ധൈര്യപ്പെടുത്തിയത്.
ആ പോരാട്ടത്തിൻ്റെ മധ്യേ നിൽക്കാനായിട്ട്. ദൈവവേദനയിലെ നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, മോദിജിയോടല്ല, ഡൊണാൾഡ് ട്രംപിനോടല്ല, ഈ പറഞ്ഞ വ്യക്തികളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങൾ